നമുക്ക് ബാലരാമപുരത്തേക്ക് വന്നാൽ ബാലരാമപുരം കൊലപാതകവും നമ്മൾ കുറേ ദിവസങ്ങളായി വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ്. അതിൽ പക്ഷേ പോലീസിന്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതുവരെ എന്താണ് മോട്ടീവ് എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. അമ്മയെയും അമ്മയുടെ സഹോദരനെയും അതായത് കുട്ടിയുടെ അമ്മാവനെയും ഒക്കെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഉൾപ്പെട്ട ഒരു ജ്യോത്സ്യനുണ്ട്, അയാളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ദുരൂഹത പോലീസിന് നീക്കാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ പോലീസിന് നിർണായകമായ വിവരങ്ങൾ അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് പലതവണയും നമുക്ക് പുറത്ത് മാധ്യമങ്ങളോടടക്കം പൊതുജനങ്ങളോട് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ടാവാം. ഏതായാലും പ്രതിയായ ഹരികുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇത് ഇപ്പോൾ പലതലത്തിലാണ് അന്വേഷണം. അമ്മയെ ഇന്നലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിലെടുത്തത്, അറസ്റ്റ് രേഖപ്പെടുത്തത്. അത് മറ്റൊരു തലത്തിൽ. ഈ അമ്മാവൻ പറയുന്ന മൊഴികൾ അമ്മയോടുള്ള വൈരാഗ്യമാണ് എന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും തലത്തിൽ ഇയാളെ ഈ കൊലപാതകത്തിലേക്ക് എത്തിക്കാൻ സ്വാധീനിച്ച ഘടകങ്ങളുണ്ടോ? എന്താണ് പോലീസ് ഇതുവരെ മനസ്സിലാക്കിയ നമുക്ക് ലഭ്യമായ കാര്യങ്ങൾ? ഒരു ഒറ്റ കാര്യം മാത്രമേ പോലീസിന് ഉറപ്പുള്ളൂ. കൊലപാതകം നടത്തിയത് അമ്മാവൻ ഹരികുമാറാണ്. എന്താണ് അതിന്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ പോലീസിനുണ്ട്. ദുർമന്ത്രവാദം സംശയിക്കുന്നു, ഈ ജ്യോത്സ്യന്റെ സ്വാധീനം സംശയിക്കുന്നു. അതിനപ്പുറത്തേക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അതായത് ഈ കുട്ടിയുടെ അമ്മയോടുള്ള ശ്രീധുവിനോടുള്ള അയാളുടെ ഒരു ബന്ധവും താല്പര്യവും ഒക്കെ അത് മറ്റൊരു കാരണമായി ഈ കുട്ടി അതിനൊക്കെ തടസ്സമാകുമോ എന്ന സംശയം. അങ്ങനെ പലവിധ കാരണങ്ങൾ പോലീസ് സംശയിക്കുമ്പോഴും ഈ പ്രതിയെ റിമാൻഡിൽ ആക്കിയിട്ടുള്ളപ്പോഴും എന്താണ് കൊലപാതകത്തിന് യഥാർത്ഥ കാരണമെന്ന് എന്ന ഇതിൽ പോലീസിന് സംശയമുണ്ട്. ഒന്ന്, ഈ പ്രതിയുടെ മൊഴികളാണ്. പലപ്പോഴും പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന മൊഴികളാണ്. ഒരു സമയം പറയുന്നതല്ല, അടുത്ത മിനിറ്റ് അയാൾ മാറ്റി പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഇയാളുടെ കാര്യത്തിൽ. അത് മാനസികാസ്വാസ്ഥ്യം കൊണ്ടാണോ മനഃപൂർവ്വം ഇത്തരത്തിൽ പോലീസിനെ കുഴയ്ക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടാണ് ഇയാളുടെ ഒരു ആരോഗ്യപരമായ ഈ ചികിത്സാപരമായ ചരിത്രം കൂടി പരിശോധിക്കാൻ പോലീസ് നേരത്തെ തീരുമാനിച്ചത്. ഇയാൾ നേരത്തെ മരുന്ന് കഴിക്കുന്നുവെന്ന് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം മാനസിക പ്രശ്നമുള്ള ആളാണ് ഇയാളെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ മാനസിക രോഗ വിദഗ്ധന്റെ കൂടി സാന്നിധ്യം ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇയാളുടേത് തന്ത്രമാണോ അല്ലെങ്കിൽ ഇയാൾ രോഗി തന്നെയാണോ, എന്താണ് ഇയാളുടെ യഥാർത്ഥ മോട്ടീവ് എന്ന കാര്യത്തിലൊക്കെ എങ്കിൽ മാത്രമേ വ്യക്തത വരൂ. അമ്മയുടെ കാര്യത്തിലും പോലീസ് ഇപ്പോഴും പൂർണ്ണമായും ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. അവർക്കിതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഹരികുമാറിന്റെ മൊഴി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹരികുമാർ താൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴും എന്താണ് കാരണമെന്ന് അത് പോലീസ് കണ്ടെത്തിക്കൊള്ളൂ എന്ന ഒരു മറുപടിയാണ് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ നൽകിയത്. അതാണ് പോലീസിനെ ഈ രീതിയിൽ കുഴയ്ക്കുന്നത്. ഏതായാലും കൂടുതൽ സമയം ഇയാളെ ചോദ്യം ചെയ്താൽ, പ്രത്യേകിച്ച് മാനസിക രോഗ വിദഗ്ധന്റെ ഒക്കെ സാന്നിധ്യം ചോദ്യം ചെയ്താൽ ഇതിന്റെ കൃത്യമായ വിവരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഈ ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീധുവിനെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിൽ ശ്രീധുവിന്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നാണ് ശ്രീജിത്തിന്റെ ആവശ്യം. അത്തരത്തിൽ പോലീസ് ഇപ്പോഴും കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊലപാതകം നടത്തിയ ശ്രീജിത്ത് തന്നെയെന്ന് ശ്രീജിത്തിന്റെ മൊഴിയും ശ്രീധുവിന്റെ മൊഴിയും സാധ്യത തെളിവുകളും ഒക്കെ പരിഗണിച്ച് പോലീസ് വിലയിരുത്തുന്നു. പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണമാണ് ഇനി കണ്ടെത്തേണ്ടത്. ഈ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിലാണല്ലോ അരുണ്. അത് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് കേസ്. അത് ആ കേസിൽ വളരെ കൃത്യമായ തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ടോ, മൊഴികളുണ്ടോ? ഒപ്പം ഈ ജ്യോത്സ്യൻ ദേവിദാസൻ എന്ന അയാളുടെ പങ്കാളിത്തം ഇതിലെങ്ങനെയാണ്? അയാൾ എങ്ങനെയാണ് ഇവരെയൊക്കെ സ്വാധീനിച്ചത്? ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പുകളിലോ കൊലപാതകത്തിലോ മറ്റോ അയാൾക്ക് പങ്കാളിത്തമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ടല്ലോ. തീർച്ചയായിട്ടും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട കൃത്യ പരാതികൾ പോലീസ് മുന്നിലുണ്ട്. നേരത്തെ തന്നെ ഈ കൊലപാതക ദിവസം തന്നെ അത്തരം ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശ്രീധു ജോലി നൽകാമെന്ന് പറഞ്ഞ്, പ്രത്യേകം ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു എന്ന വിവരമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് അന്ന് അത് പരാതി ലഭിച്ചു. ഇപ്പോൾ ആ പരാതി ലഭിച്ചു. പോലീസ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടത് മാത്രമല്ല ഈ ജ്യോത്സ്യനെതിരെയും ഈ പ്രദീപ് എന്ന ജ്യോത്സ്യനെതിരെയും പ്രദീപ് കുമാർ ജോർജിനെതിരെയും ശ്രീധുവിന്റെ പരാതിയുണ്ട്. 30 ലക്ഷത്തോളം രൂപ തന്നെ പറ്റിച്ചു എന്നാണ് പരാതി. ആ ചോദ്യം ചെയ്യലിൽ അയാൾ അത് നിഷേധിച്ചു. പക്ഷേ ശ്രീധു ഇപ്പോഴും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതും പോലീസിനെ കുഴപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മൊത്തത്തിൽ ഈ കേസിൽ ഈ പ്രതികളുടെ മൊഴികൾ, പ്രതികളുടെ പരാതികളൊക്കെ പോലീസിന് കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഈ ശ്രീധുവിന്റെ പരാതി പോലും 30 ലക്ഷം രൂപ എങ്ങനെ ശ്രീധുവിന് കിട്ടിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പ്രദീപ് കുമാർ അത് പൂർണ്ണമായും നിഷേധിക്കുന്നു. അത്തരത്തിൽ പറ്റിച്ചിട്ടില്ല. ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ തന്റെ
തന്റെ സ്ഥാപനത്തിൽ കുറച്ചുനാൾ ജോലിക്ക് നിന്നിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അതിനപ്പുറത്തേക്ക് ഇവരെ ആ രീതിയിൽ ഉപദേശിച്ചു എന്ന കാര്യമൊന്നും ജോത്സ്യനും സമ്മതിക്കുന്നില്ല. എന്തായാലും ഇതിൽ ഇനിയും ദുരൂഹതകളേറെയുണ്ട്. അത് പലതും പോലീസിനും കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്താണ് സംഭവിച്ചത് അത് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതിലേക്കുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഹരികുമാറിനെ കസ്റ്റഡി വാങ്ങിച്ചുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീധുവിനെ ഒരുപക്ഷെ വീണ്ടും പോലീസ് കസ്റ്റഡി വാങ്ങി തന്നെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കൊലപാതകത്തിലും ശ്രീധുവിന്റെ പങ്ക് ഇപ്പോഴും സംശയനിഴലിൽ തന്നെയാണ്. ശ്രീധുവിനെ പോലീസ് അതിൽ കുറ്റവിമുക്തിയാക്കിയിട്ടില്ല. തട്ടിപ്പ് കേസുകളിൽ കൂടുതൽ പരാതികൾ ഒരുപക്ഷെ ശ്രീധുവിനെതിരെ വന്നേക്കാമെന്ന സൂചനകൾ കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഇന്ന് ഈ കൊലപാതകത്തിലെ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കൂടുതൽ വിവരങ്ങൾ പോലീസിൽ ലഭ്യമാകേണ്ടതുണ്ട്. ഒരുപാട് തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ട് എന്നതും പ്രധാനമാണ്. നമുക്ക്